പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവിയാനി ഏറെ ആഗ്രഹിച്ച പോലെ തന്നെ നയന ഗർഭിണിയാവുകയാണ്. ഇതറിഞ്ഞോടുകൂടി ഒരു ആഘോഷം തന്നെയാണ് അനന്തപുരിയിൽ നടക്കുന്നത്. ഈ വിവരം സന്തോഷത്തോടുകൂടി ഗോവിന്ദനെയും കനകയെയും നന്ദുവിനെയും ഒക്കെ അറിയിക്കുന്നുണ്ട്. അവരോടെല്ലാവരോടും വേഗം തന്നെ അനന്തപുരിയിലോട്ട് വരാനും പറയുന്നു. കൂട്ടത്തില് വേണുവിനോടും രേവതിയോടും ഒക്കെ പറയുന്നുണ്ട്. എന്നാ ഇതോടുകൂടി നമ്മുടെ അനാമികയുടെ മനസമാധാനം ഇല്ലാതാവുകയാണ്. ഏത് വിധേനയും നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം. അങ്ങനൊരു കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ച പിന്നെ സ്വത്തുക്കൾ മുഴുവനും ആദർശിന്റെയും നയനയുടെയും കുഞ്ഞിന്റെ പേരിലായിരിക്കും ആ മുത്തശ്ശനും മുത്തശ്ശിയും എഴുതി വെക്കുക. അതൊന്നും ഇവിടെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നു. വിവരം അറിഞ്ഞ് ഗോവിന്ദനും കനകയും ഒരുപാട് പലഹാരങ്ങളും മധുരങ്ങളുമായിട്ട് വീട്ടിലോട്ട് വരിക. നയനയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. മോളെ, ഇപ്പൊ അമ്മയ്ക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ? മോൾക്കമ്മ ഒരുപാട് പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം മോളൊന്ന് കഴിച്ചു നോക്കിയേ. അമ്മേ, എനിക്കിപ്പോ ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല. ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മേ, അതിങ്ങ് തന്നേക്ക് എന്നും പറഞ്ഞ് വേടിക്കുന്നുണ്ട്. ദേവിയാനി കനകയ്ക്കും ഗോവിന്ദനും നന്ദുവിനായിട്ട് ജ്യൂസുമായിട്ട് വരിക. അവർക്ക് കൊടുക്കുന്നുണ്ട്. അച്ഛനമ്മയും മോളൊക്കെ ഇരുന്ന് സംസാരിക്കേ, ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പോവാണ് ദേവയാനി. അങ്ങനെ ഗോവിന്ദനും കനകയും അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം വേണുവും രേവതിയും അങ്ങോട്ട് വരുവാണ്. അനാമിക അവരെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. അച്ഛ, ഞാൻ പറഞ്ഞത് അച്ഛൻ കൊണ്ടുവന്നോ? അതൊക്കെ അച്ഛൻ്റെ കയ്യിൽ റെഡിയാ. അതെ, കുറച്ച് അവളുടെ വയറ്റിൽ ചെന്നാല് അവളുടെ കുഞ്ഞെ എന്നേക്കുമായിട്ട് ഇല്ലാതാവും. പിന്നെ ഈ സന്തോഷമൊന്നും അനന്തപുരിയിൽ ഉണ്ടാവില്ല. ഇത് വല്ല ഭക്ഷണത്തിലും കലക്കി കൊടുത്താൽ മതി. അച്ഛ, അപ്പൊ കലക്കിയാല് അത് എല്ലാവരും കഴിച്ചാ അത് പ്രശ്നമാവില്ലേ? മോളെ, ഇത് ഗർഭിണികൾ കഴിച്ചാൽ മാത്രമേ ആ കുഞ്ഞ് നഷ്ടപ്പെടൂ. മറ്റുള്ളവർക്ക് കഴിച്ചാല് ചെറിയൊരു വയറുവേദന, അത് കൂടുതലൊന്നും ഉണ്ടാവില്ല. അല്ല, വയറുവേദന എന്ന് പറഞ്ഞാല് നല്ല വയറുവേദന ഉണ്ടാവോ? അതുണ്ടാവും. സഹിക്കാൻ പറ്റാത്ത വയറുവേദനയായിരിക്കും. എന്നാ അത് നയന കഴിച്ചാല് കുഞ്ഞ് നഷ്ടപ്പെടും. അത് ഉറപ്പാ. മറ്റുള്ളവർക്ക് വയറുവേദന വന്നാലും മോളത് കാര്യമാക്കി എടുക്കണ്ട. മോള് കഴിക്കാതിരുന്നാ മതി എന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീടായിട്ട് അനാമികയും വേണുവും രേവതിയും സംസാരിക്കുന്നത് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛനും മോളും എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നയനമോള് പറഞ്ഞ പോലെ ഇവള് ഈ വീടിന്റെ ശാപം തന്നെയാ. ഇനി എന്തൊക്കെ ഒപ്പിക്കാനാണെന്നാവോ ഇവരിങ്ങോട്ട് കെട്ടും കെട്ടി വന്നിരിക്കുന്നത്. സത്യങ്ങളെല്ലാം നയനമോള് പറഞ്ഞിട്ടും ഞാൻ നിന്നോട് അതൊന്നും ചോദിക്കാത്തതും നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാത്തതും എൻ്റെ അനിയെ ഓർത്തിട്ട് മാത്ര. അതല്ലെങ്കിൽ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായേനെ. അങ്ങനെ ദേവയാനി അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. നയന അടുക്കളയിലോട്ട് വരുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, മോളെ, നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരില്ലേ? അമ്മേ, ഇരുന്നും കിടന്നും ഞാൻ ആകെ ബോറടിച്ചു. അമ്മയാണെങ്കിൽ കുറച്ചു നേരം എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുക. മോളെ, ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ അമ്മ തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷനിലാ. അത് കഴിഞ്ഞിട്ട് ഞാൻ മോളുടെ അടുത്ത് വന്നിരിക്കാം. അല്ല വേണ്ട, ഞാനിവിടെ ഇരിക്കാം. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ഛർദ്ദിക്കാനല്ലേ? അതുകൊണ്ടേ മോള് റൂമിൽ തന്നെ പോയിരിക്കുക. വേണ്ട അമ്മേ, ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് അമ്മ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിരിക്കാലോ. സഹായിക്കാനല്ലേ പറ്റാത്തുള്ളൂ. എന്നാ അവിടെ ഇരിക്കുക. മോൾക്ക് ഞാനേ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തരാം. അങ്ങനെ ദേവയാനി ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കഴിച്ച് ഇവിടെ ഇരുന്നാൽ മതി. വേറെ ഒരു സഹായം മോൾ എനിക്ക് ചെയ്തു തരണ്ട. ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട വറുത്തരച്ച ചിക്കൻ കറിയാ ഞാൻ ഉണ്ടാക്കുന്നത്. അത് മോൾക്ക് വലിയ ഇഷ്ടമല്ലേ? അതെ, അമ്മ ഉണ്ടാക്കുന്ന എന്തും എനിക്കിഷ്ടാ. അമ്മയുടെ കൈപ്പുണ്യം അത്രയല്ലേ. എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാ. മതി മതി എന്നെ പുകഴ്ത്തിയത്. ഞാനെന്തായാലും മോൾക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ തയ്യാറാക്കട്ടെ. അങ്ങനെ ദേവയാനി നയനയ്ക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തയ്യാറാക്കുന്നുണ്ട്. ഇതെല്ലാം മാറി നിന്ന് അനാമിക കാണുന്നുണ്ടായിരിക്കും. ഉണ്ടാക്ക്, അവൾക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടാക്ക്. ഇത് അവസാനത്തെ കഴിപ്പാ. അത് കഴിഞ്ഞാല് വയറ്റില് കുഞ്ഞുണ്ടെന്ന പേരില് നിന്റെ അമ്മായിമ്മ നിനക്കൊന്നും ഉണ്ടാക്കി തരില്ലടി. നിന്റെ കുഞ്ഞിനെ എന്നേക്കുമായിട്ട് അങ്ങ് പറഞ്ഞു വിടാൻ പോവാ. നീ കുറച്ചു നേരം സന്തോഷിക്ക് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. തക്കം നോക്കി ഇരിക്കുമായിരിക്കും അനാമിക. അവരടുക്കളയിൽ നിന്ന് പോന്നാല് അതില് കലർത്തി വെക്കണമെന്നായിരിക്കും അനാമിക തീരുമാനിക്കുന്നത്. എല്ലാം റെഡിയാക്കി നയനയെ കൂട്ടി റൂമിലോട്ട് പോകുന്നുണ്ട്. നയനയും ദേവയാനിയും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആരുമില്ലാത്ത തക്കം നോക്കി നമ്മുടെ അനാമിക അടുക്കളയിലോട്ട് വരുന്നുണ്ട്. ആരുമില്ലാന്ന് ഉറപ്പാക്കിയതിന് ശേഷം കയ്യിലെ പൊതി തുറന്ന് ആ വിഷം ചിക്കൻ കറിയിലോട്ട്
അങ്ങ് ചേർക്കുന്നുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് അവിടെ വെക്കുവാണ്. കഴിഞ്ഞടി, നിന്റെ എല്ലാ സന്തോഷങ്ങളും ഇന്നത്തോടെ തീർന്നടി. ഇതിൽ നിന്ന് കുറച്ച് നിന്റെ വയറ്റിലോട്ട് എത്തിയാൽ പിന്നെ നിനക്ക് നിന്റെ കുഞ്ഞെന്നാ മോഹം അതങ്ങ് ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോരുന്നുണ്ട്. എന്നാ നയനയ്ക്ക് ജ്യൂസ് എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് വരുമ്പോഴായിരിക്കും അനാമിക ജ്യൂസിൽ വിഷം കലർത്തുന്നത് ദേവയാനി കാണുന്നത്. ദേഷ്യത്തോടു കൂടി ദേവയാനി നോക്കുന്നുണ്ട്. ഇവള് ഈ സ്വഭാവം ഇതുവരെ മാറ്റിയില്ലേ? ഇതുപോലെ പാലില് വിഷം കലർത്തിയിട്ടാ എനിക്കും എൻ്റെ മോൾക്കും ഈ അവസ്ഥ വന്നത്. ഇനിയും നീ ഇത് തുടരാൻ തന്നെയാണല്ലേടി തീരുമാനം? എൻ്റെ നയനമോള് പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഞാൻ ആരോടും പറയാതെ കണ്ണടച്ചത്. അനിയെ ഓർത്തിട്ട്. ഇനി ഞാനങ്ങനെ കണ്ണടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലടി. ഞാൻ നിനക്ക് തരുന്നുണ്ട് ചിക്കൻ കറി എന്നും പറഞ്ഞ് അവിടെ നിന്ന് ദേവയാനി പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ്. നയനയും അനാമികയും മുത്തശ്ശനും മുത്തശ്ശിയും ജയനും എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. എല്ലാവർക്കുമായി ഭക്ഷണം കൊണ്ടുവയ്ക്കുക. അനാമിക വളരെ സന്തോഷത്തോടു കൂടി വന്നിരിക്കുന്നുണ്ട്. എന്നാൽ അനാമികയുടെ ആ ക്രൂര മനസ്സ് നമ്മുടെ ദേവയാനി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുക. ഇവള് നമ്മൾ വിചാരിച്ചേക്കാട്ടിലും അപ്പുറത്താ. ഇത്രയ്ക്ക് ക്രൂര മനസ്സാണല്ലോ ഇവൾക്ക്. ഞാൻ വെച്ചിട്ടുണ്ടടി, നിനക്ക് ഞാൻ ഇപ്പം ചിക്കൻ കറി കൊണ്ടുതരാം എന്നും പറഞ്ഞ് ദേവയാനി ചിക്കൻ കറിയായിട്ട് വരുന്നുണ്ട്. ഇന്ന് നയനയ്ക്ക് ഇഷ്ടപ്പെട്ട വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോൾക്കിപ്പോൾ ആഗ്രഹിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കണ്ടേ, അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. അങ്ങനെ അനാമിക പറയുന്നുണ്ട്. എന്നാൽ നയനയ്ക്ക് തന്നെ ആദ്യം വിളമ്പിക്കൊടുക്ക്, അവൾ കഴിക്കട്ടെ. അങ്ങനെ അനാമിക പറയുന്നത് കേൾക്കുമ്പോൾ ആദ്യം കൊടുക്കുന്നത് അനാമികയ്ക്ക് തന്നെയായിരിക്കും. അനാമികയുടെ പ്ലേറ്റിലോട്ട് അങ്ങ് വിളമ്പിക്കൊടുക്കുവാണ്. കഴിക്ക്. നീയല്ലേ പറയാറ് നിനക്കിവിടെ ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്ന്, പ്രത്യേകിച്ച് എനിക്കൊരുപാട് മാറ്റമുണ്ടെന്ന്. ഇനി ആ പരാതിയൊന്നും വേണ്ട, നീ തന്നെ ആദ്യം കഴിക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അയ്യോ വല്യമ്മേ, എനിക്ക് വേണ്ട, എനിക്ക് ചിക്കൻ കറി ഇഷ്ടമല്ല. ആര് പറഞ്ഞു മോളെ നിനക്ക് ചിക്കൻ കറി ഇഷ്ടമല്ലാന്ന്? മോൾക്കല്ലേ ഏറ്റവും കൂടുതൽ ചിക്കൻ കഴിക്കാൻ ഇഷ്ടം എന്ന് ജാനകി പറയുന്നുണ്ട്. അത് എനിക്കിപ്പോൾ വലിയ ഇഷ്ടമല്ല, എനിക്ക് കഴിക്കാനേ തോന്നുന്നില്ല, എനിക്കിത് വേണ്ട, അത് പറ്റില്ല, നീ തന്നെ ആദ്യം കഴിക്കണം എന്ന് ദേവയാനി ശാഠ്യം പിടിക്കുകയാണ്. വേണ്ട വല്യമ്മേ, എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ, നീ അത് കഴിക്ക് എന്ന് ശബ്ദത്തിൻ്റെ ടോണൊക്കെ മാറുന്നുണ്ട്. വേണ്ട എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ അനാമിക പറയുന്നു. ദേഷ്യപ്പെട്ട് ദേവയാനി അതിലിരിക്കുന്ന ചിക്കൻ കറിയും ചോറും എടുത്ത് അനാമികയുടെ വായലങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ അവിടെ തുപ്പുന്നുണ്ട്. എന്താ അനാമികയെ, നീ എന്തൊക്കെയായി കാണിക്കുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ദേവയാനി നിന്റെ വായിൽ വെച്ച് തന്നതല്ലേ, നിനക്കെന്താ അത് കഴിച്ചാല്? എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാ ഞാൻ തുപ്പിക്കളഞ്ഞത്. ഭക്ഷണത്തിനോട് ഒരിക്കലും നിന്ന് കാണിക്കരുത്. അതൊന്നുമല്ല അമ്മേ, ഇവളെന്താ ഇത് കഴിക്കാത്തേന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവളിത് കഴിക്കില്ല. ഇനി എത്രയൊക്കെ നിർബന്ധിച്ചാലും ഇവളിത് കഴിക്കാൻ പോകുന്നില്ല. ഇവളിതിൽ എന്തോ ഒരു വിഷം കലർത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടതാ. ഈ ചിക്കൻ കറിയിൽ ഇവൾ എന്തോ പൊടി കലർത്തി മിക്സ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാ ഇവളിത് കഴിക്കാത്തത്. എൻ്റെ മോളുടെ കുഞ്ഞിനെ കൊല്ലാനായിരിക്കും ഇവൾ ഇതൊക്കെ ചെയ്തത്. നിന്നെ വിശ്വസിച്ചിട്ട് ഇവിടുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് മുത്തശ്ശൻ ദേഷ്യത്തിൽ അലറി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇവിടുന്ന് അടിച്ചിറക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. എന്നിട്ടും അനിയെ ഓർത്തിട്ടാ ഇവിടെ ആരും ഒന്നും പറയാതെ നിന്നെ സഹിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ ജാനകി പറയുന്നുണ്ട്. എന്താച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോൾക്കൊരു തെറ്റ് പറ്റിയതല്ലേ, അതങ്ങ് ക്ഷമിച്ചേക്ക്. ഇതാണോടി തെറ്റ്? അജയൻ കാരണം പുകയ്ക്കുന്നുണ്ട്. നിന്റെ മരുമകൾ ഇതുപോലെ വിശേഷമായിരിക്കുന്ന സമയത്ത് നയനയാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ നീ ക്ഷമിക്കോ? ഇവൾ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കരുത്, ഇറക്കി വിടണവളെ. ഇങ്ങനൊരു മരുമകള് എനിക്കിനി വേണ്ട എന്ന് അജയൻ പറയുന്നുണ്ട്. ഞാനതിന് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ഈ വല്യമ്മ എന്തോ പറയാ. എന്നാലേ നീ ഇത് കഴിക്ക്. എനിക്ക് വേണ്ട വല്യമ്മേ. കഴിക്കടി, നീ ഇത് കഴിക്ക്. അപ്പം തന്നെ മനസ്സിലാക്കിക്കൂടെ ഇവളിതിൽ എന്തോ ചേർത്തിട്ടുണ്ടെന്ന്? എന്തായാലും ഇനി നീ ഈ വീട്ടിൽ നിൽക്കണ്ട, ഇറങ്ങിക്കോ ഇപ്പം തന്നെ. ഇനി നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നീ ഇനിയും ശ്രമിക്കും. അതുകൊണ്ട് ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് എന്നും പറഞ്ഞ് അനാമികയെ അടിച്ചിറക്കുന്നുണ്ട് ദേവയാനി.